ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ബംഗ്ലാദേശ് അതിർത്തി, പാകിസ്ഥാൻ അതിർത്തിയുടെ പുറകെ ബംഗ്ലാദേശ് അതിർത്തിയിലും ചെറിയ അസ്വാരസ്യങ്ങൾ, ചെറുതല്ല വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതിർത്തിയിൽ ഈ BGP അവർ ബങ്കറുകൾ കുഴിക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ BSF-നെ ആക്രമിക്കാനാണ്, ഇവർക്ക് ഒരു സൈനിക നടപടി ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു അത്. അപ്പൊ അതിനുശേഷം ഈ മുഹമ്മദ് യൂനിസ് നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി, പ്രണോയ് റോയിയെ. നമ്മളും വിട്ടുകൊടുത്തില്ല. നമ്മൾ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇവരുടെ ഹൈക്കമ്മീഷണറെ നമ്മളും വിളിച്ചു വരുത്തി. നമ്മൾ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചു. ആ പ്രതികരണം എന്ന് പറയുന്നത് ആ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ അതിർത്തി വേലി പ്രശ്നത്തിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വലിയ തർക്കമുണ്ട് എന്ന് നമുക്ക് അറിയാം. കാരണം ഒരുപാട് നാളായിട്ട് ഈ തർക്കം നിലനിൽക്കുകയാണ്. ഈ യൂനിസ് വന്ന ശേഷം അതിഭീകരമായ രീതിയിൽ തർക്കം ഉയർന്നു. ഇപ്പൊ മാൾഡയിലെ ബഷ്നാഥ് നഗറിലെ സുദ്ദേപുര മേഖലയിൽ വേലി കെട്ടുന്നത് ബംഗ്ലാദേശ് തടയാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇത് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെയും ഒരു വലിയൊരു നയതന്ത്ര പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. നേരത്തെ ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും നയതന്ത്ര പ്രശ്നമൊന്നും അല്ല. വേലി കെട്ടുന്നത് പോലും അവിടെ അറിയില്ല. ചില സ്ഥലത്ത് വേലിയെ കെട്ടാറില്ല. ഇപ്പോ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലി കെട്ടുന്നത് ഈ മുഹമ്മദ് യൂനിസ് വലിയ ആഭ്യന്തര പ്രശ്നമാക്കി ബംഗ്ലാദേശിൽ കത്തിച്ച് അതിനെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ത്യ ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഈ വേലി കെട്ടുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊള്ളക്കാര് കടന്നു വരുന്നു. ഈ കൊള്ളക്കാര് വലിയ കുന്തവും മാരകായുധങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പുറത്തോട്ട് കടന്നു വരുമ്പോൾ വലിയ കാളകളെയൊക്കെ കൊണ്ടാകുന്നത്. BSF ജവാന്മാര് താക്കീത് കൊടുക്കും, വരരുതെന്ന് പറയും. പക്ഷെ ഇവര് വീണ്ടും വരും. അപ്പൊ BSF ജവാന്മാര് ഇവരെ വെടിവെക്കും. അപ്പൊ ഇങ്ങനെ വെടിവെക്കുമ്പോൾ ഇവര് തിരിച്ച് അതിർത്തി കടന്നു പോകും. അതിർത്തി കടന്നു പോകുന്ന ഇവരുടെ ഈ വിഷയം എടുത്തിട്ട് നമ്മുടെ യൂനസ് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശികൾക്കെതിരെ വെടിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണം. അത് പറഞ്ഞുകൊണ്ടാണ് പ്രണോയ് റോയെ വിളിച്ചു വരുത്തിയത്. നമ്മൾ വേലി കെട്ടുന്ന വിഷയത്തിലാണ് വിളിച്ചു വരുത്തിയത്. വേലി കെട്ടാനും സമ്മതിക്കുന്നില്ല. അതിർത്തിയിലാണെങ്കിൽ എന്നും സംഘർഷമാണ് ബംഗ്ലാദേശിന്റെ. എവിടെയെങ്കിലും വേലി കെട്ടാൻ തുടങ്ങിയാൽ ഉടനെ BGP വരും. BSF അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഒരു തവണ BGP വന്നപ്പോ BSF ഇറങ്ങിയില്ല, ഗ്രാമവാസികളെ അഴിച്ചു വിട്ടു. അപ്പൊ ഗ്രാമവാസികൾ അവിടെ ചെന്ന് ഇവന്മാരെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതാണെങ്കിൽ ആ വലിയ മുട്ടക്കാട്ടം വാളൊക്കെ കൊണ്ടാണ് ഈ ഗ്രാമവാസികൾ ഇവന്മാരുടെ അടുത്തോട്ട് പോയത്. ഇവന്മാര് കണ്ടല്ല കായലി വഴി ഓടുന്ന കാഴ്ച. ആ വിഷ്വലൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ വാളിങ്ങനെ ഇവരെ കാത്തിങ്ങനെ അവിടെ ഗ്രാമവാസികളെ ചീകിക്കൊണ്ട് നിൽക്കുന്നത്, വരുമ്പം വെട്ടിക്കീറാവുന്ന ഉള്ള രീതിയിൽ. അപ്പൊ ഇത് വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ഈ ജനുവരി 10-നാണ് ഈ നവാഡ പോസ്റ്റ് വെടിവെപ്പ് നടന്നിരുന്നത്. അപ്പൊ എന്താണ് ഈ നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലെ ഈ കമ്പിവേലി പ്രശ്നം? അതൊരു ആഭ്യന്തര എന്ന് പറഞ്ഞാൽ അതൊരു മേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച ചെയ്യാവുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ? ഇത് എന്തിനാണ് ഇത്രയും വലിയൊരു വിഷയമാക്കി പെരുപ്പിക്കുന്നത്? വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു വേലിയുടെ ആവശ്യം ഇപ്പോഴുണ്ട്, നേരത്തെ അതില്ലായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി 4046 കിലോമീറ്ററാണ്. അതായത് പശ്ചിമ ബംഗാളിൽ തുടങ്ങി ത്രിപുര ടച്ച് ചെയ്ത് മിസോറാം, ഒപ്പം തന്നെ അസാം വരെ നീളുന്ന ഒരു വലിയ ബോർഡറാണ് നമുക്കുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകൃതമായിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ തന്നെ ഒരാളുകളാണ് അവരും. പക്ഷെ ഇതിനകത്ത് പലരുടെ റിലേറ്റീവ്സുകൾ അപ്പുറത്തുണ്ട്. അവിടെയുള്ള ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരുടെ പലരുടെയും കുടുംബം പശ്ചിമ ബംഗാളിലും അസമിലും ത്രിപുരയിലും ഒക്കെ ഉള്ളതാണ്. ഇവിടെ മുൻപ് ഈ സംഘർഷം പതിവായിരുന്നു മുൻപും. ഇപ്പോഴല്ല, നേരത്തെ തന്നെ സംഘർഷം. അതായത് പട്ടാളക്കാർ തമ്മിലുള്ള സംഘർഷമായിരുന്നില്ല, ഈ ലോക്കലി ഉള്ള ജനങ്ങൾ തമ്മിലുള്ള സംഘർഷം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കന്നുകാലികൾ ആയിരുന്നു എല്ലാ കാലവും ഒരു സംഘർഷം. ഒന്ന്, ഈ കന്നുകാലികൾ അപ്പുറത്ത് പോയി കഴിയുമ്പോൾ ഇതിനെ മേയ്ക്കാനായിട്ട് വിടുന്ന ഒരു നദിയാണ് നമ്മുടെ ഒരു ബോർഡർ എന്ന് പറയുന്ന നദിയാണ്. അവിടെ നമുക്ക് പെട്രോളിംഗ് ഒക്കെ ഉള്ളതാണ്. അതിന്റെ കരവഴി പുല്ല് മേയ്ക്കാൻ കൊണ്ട് അപ്പുറത്ത് വിടും. ആ വിടുന്നതിനകത്ത് ചിലത് തിരിച്ചു വരില്ല. ഇതിനെ ചൊല്ലിയോട്ടുള്ള സംഘർഷം, അതായത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നായിരുന്നു മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പം അതേ സംഘർഷം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് തർക്കം എന്നാണ്. വ്യത്യാസം അങ്ങനെയാണ്. അതിപ്പോ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ റീച്ച് ഇന്ത്യ ബംഗ്ലാദേശ് തർക്കമാണ്. അപ്പോ അന്ന് ഇത് ഒരു വിഷയമല്ല. ഈ ഗ്രാമമുഖ്യന്മാര് ഇല്ലെങ്കിൽ ഏതെങ്കിലും BSF-ന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇടനില നിന്ന് പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് മോഷണമാണ്. ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ഈ ഇപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് പാത്രങ്ങൾ, വാഹനങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവുക ആയിരുന്നു ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യയെ കൊടുത്തൊരു വാർത്തയുണ്ടായിരുന്നു.
അതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടൊരു വാർത്ത ഉണ്ടായി. ഒരു 1.5 കൊല്ലം മുമ്പ് ഈ അതിർത്തി പശ്ചിമ ബംഗാളിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ പോത്ത് കൃഷി, പോത്ത് വളർത്തൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്ന വെച്ചാൽ പെട്ടെന്നാണ് ഓരോരുത്തരും 10 പോത്തിനെ വാങ്ങുന്നു, 25 പോത്തിനെ വാങ്ങുന്നു, 50 പോത്തിനെ വാങ്ങുന്നു. അങ്ങനെ പോത്ത് കൃഷി ഭയങ്കരമായി കഴിഞ്ഞപ്പോ ഇന്റലിജൻസ് ബ്യൂറോ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെന്താണ് എല്ലാരും ഇപ്പൊ ഇത്രയും പെട്ടെന്ന് പോത്ത് കർഷകരായി മാറുന്നു, ഇത്രയും ഇപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇല്ലീഗലായിട്ടുള്ള മദ്യവും മയക്കുമരുന്നും പോലെയുള്ള സാധനങ്ങൾ ഈ പോത്ത് വഴിയാണ് കടത്തുന്നത്. അതായത് ഈ പോത്തിനെ മേയ്ക്കാനായിട്ട് ഈ അതിർത്തി കടത്തി വിടുമ്പോൾ 1-2 പോത്തല്ല പോകുന്നത്, 100, 200, 300 പോത്തുകൾ ഒന്നിച്ചാ പോകുന്നത്. ഇതിന്റെ ഈ അടിഭാഗത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച് കുപ്പികള്, ചെറിയ ഈ കുപ്പികളുണ്ട്, മദ്യക്കുപ്പികൾ, വളരെ ചെറിയ മദ്യക്കുപ്പികൾ, അത് അങ്ങോട്ടേക്ക് കടത്തി വിടുന്നു. ഒപ്പം തന്നെ ഇവര് കൊണ്ടുപോകുന്ന അതൊക്കെ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആ മുളയ്ക്കകത്തൊക്കെ ചെറിയ ചെറിയ ബോട്ടിൽ, ക്വാർട്ടർ എന്ന് പറയുന്ന അതിനേക്കാൾ ഒരു ചെറിയ ബോട്ടിൽ ലിക്കർ ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പ്രാദേശികമായി നിർമ്മിക്കുന്ന ലിക്കർ, അതായത് ബംഗ്ലാദേശിലൊക്കെ ഇത് കടത്തി വിടാനുള്ള ഒരു സംഭവമാണ് ഇത് അങ്ങോട്ട് പോകും. അവിടുന്ന് തിരിച്ച് മയക്കുമരുന്നും മറ്റും ഇതേ മെത്തേഡിൽ തിരിച്ചു വരും. അത് പിടികൂടി കഴിഞ്ഞപ്പോഴത്തേനും ഈ പോത്ത് ബിസിനസ് അവിടെ വളരെയധികം കുറഞ്ഞു. അപ്പൊ ഈ പോത്തും കാളയും എരുമയും ഒക്കെ ആയിരുന്നു അന്നും ഇന്നും സംഘർഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കള്ളന്മാര് അവിടുന്ന് ഇങ്ങോട്ട് വരിക, മോഷണം ഒക്കെ നടക്കും. അതല്ലാതെ രാജ്യം പിടിച്ചടക്കാനോ ഇല്ലെങ്കിൽ രാജ്യം കവർന്നെടുക്കാനോ ഉള്ള സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാന്റെ അതിർത്തി പോലെയല്ല ബംഗ്ലാദേശിന്റെ അതിർത്തി, വളരെ തുറന്നു കിടക്കുന്ന വിശാലമായ ഒരു അതിർത്തിയാണ്. നമ്മൾ അവിടെ അത്രയും ഭാഗത്ത് 4046 കിലോമീറ്റർ വേലി കെട്ടുക അസാധ്യമായ ഒരു കാര്യമാണ്. ഇതിന്റെ കുറച്ചധികം ഭാഗം നദിയാണ്. അവിടെ പെട്രോളിങ്ങും മറ്റുമൊക്കെ ഉണ്ട്. കാരണം ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പക്ഷെ അവിടെ നിന്ന് കടന്നു കയറാൻ ATV പോലെയുള്ള ഭീകര സംഘം ശ്രമിച്ചപ്പോൾ അതിനെ തടയിടാനും 2017 5 പേരെ പിടികൂടാനും ഒക്കെ ഇത് കഴിഞ്ഞിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു അറ്റാക്ക് നമ്മൾ അവിടെ തടയിടാൻ നമുക്ക് കഴിയും, വളരെ ഈസി ആയിട്ട് തന്നെ കഴിയും. അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദ് യൂനുസ് അധികാരത്തിൽ വരുന്നു. മുഹമ്മദ് യൂനുസിനെ പിന്തുണച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതമൗലികവാദ സംഘടനകളാണ് പിന്തുണയ്ക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ട് പോകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടതൊന്നും അവർക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെ പാചകവാതക ഗ്യാസ് കിട്ടാനില്ല, കറണ്ട് കിട്ടാനില്ല, മരുന്നിന് തീപിടിച്ച വില, അരി കിട്ടാനില്ല. അങ്ങനെ ജനം നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വേറൊരു വിഷയത്തെ കടത്തിവിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അവിടുത്തെ ബംഗ്ലാദേശി പത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഡെയിലി സ്റ്റാർ, ധാക്കയൊക്കെ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാന പത്രങ്ങളാണ്. അവര് ഒന്നും അത്രയും വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. എങ്കിലും അവര് പോലും, ഇല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പത്രങ്ങൾ കൂടുതലായിട്ട് ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി നടക്കുന്ന ഈ ചെറിയ സംഘർഷങ്ങളെ പർവ്വതീകരിച്ചിട്ട് വലിയ സംഘർഷം അടിയുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ജനത്തിന് ഈ പാകിസ്ഥാൻ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. പാകിസ്ഥാനിൽ അവരുടെ ഭരണം നിലംപതിക്കാറാകുമ്പോൾ ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഭീകരപ്രവർത്തനം നടത്തുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരുടെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി വിടുക. പക്ഷെ ഇപ്പൊ പാകിസ്ഥാനിലെ ജനം അത് സഹിക്കാൻ അവർക്ക് മനസ്സിലായി തുടങ്ങി കാര്യം. ഈ ഇന്ത്യക്കെതിരെ ഈ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ്. ഇപ്പൊ അവർക്ക് അതിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല. ഇപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യക്കെതിരെ വലിയ ആക്രോശങ്ങളും മുന്നറിയിപ്പൊന്നും നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ജനങ്ങൾക്ക് അതിന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് കിംവദന്തികൾ പടച്ചിറക്കി വിടുക. കുറച്ചു നാൾക്ക് മുമ്പ് ഏതാണ്ട് ഈ ബംഗ്ലാദേശിന്റെ ഈ കലാപമൊക്കെ രൂക്ഷമായ സമയത്ത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന ഒരു ഗ്യാങ്, അതായത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു ഗ്യാങ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ ഒരു ഗ്യാങ്ങിന്റെ നേരെ വെടിയുതിർത്തു. അത് ശരിക്കും വെടിവെച്ചത് ഇന്ത്യ അല്ല, അത് ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെ വെടിവെച്ചു. അതിലൊരു 13-കാരി പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഈ 13-കാരി പെൺകുട്ടി കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശ് വലിയ വിഷയമാക്കി മാറ്റി. അപ്പോൾ ഇന്ത്യ പറഞ്ഞത് BSF അല്ല വെടി ഉതിർത്തത്, നിങ്ങൾ തന്നെ അവിടുത്തെ ജനങ്ങളെ പിരിച്ചുവിടാനായിട്ട്. കാരണം ഈ ആളുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ അതിർത്തിയിലുള്ള സേന ചെയ്യുന്ന കാര്യം ഫോൺ വെച്ചിട്ട് അനൗൺസ് ചെയ്യുകയാണ് ഇങ്ങോട്ട് വരരുത്. എന്നിട്ട് ഇവര് ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സിന്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് പറയുകയാണ് നിങ്ങൾ അവരെ പിടിച്ചുകൊണ്ട് പോകും, അവരെ മാറ്റുമെന്ന് പറയുകയാണ്. അവരങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് വെടിവെപ്പ് ഉണ്ടായതും വെടിവെച്ചതും ഈ പെൺകുട്ടി മരിച്ചതും. അത് ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു ഇന്ത്യയിൽ. ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സംഘർഷത്തിൽ അതിർത്തി കടക്കാനെത്തിയവരായിരുന്നു വെടിവെച്ചത്. അത് ഇന്ത്യക്കെതിരെ അവിടുത്തെ മാധ്യമങ്ങൾ ഇന്ത്യ വെടിവെച്ചൊരു പെൺകുട്ടി മരിച്ചു എന്ന രീതി വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവര് തന്നെ വെടിവെച്ച് കൊന്ന ഒരു സാധനം ഇന്ത്യയുടെ അതിർത്തിയിൽ പോലും വന്നിട്ടില്ല അവർ. അപ്പോ അത് പിന്നീട് BSF പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കട്ടെ
എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നീട് ആ വാർത്ത മുങ്ങിപ്പോയി. ഉം. അതിനു മുൻപ് കുറച്ചു നാൾക്ക് മുമ്പ് ഈ അപ്രതീക്ഷിതമായി ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം വന്നു. അന്നേരം ഉം. സ്വാഭാവികമായി തന്നെ നമുക്കത് ശരിയായ വിധം ആ സമയം അറിയിക്കാൻ കഴിഞ്ഞില്ല ബംഗ്ലാദേശിന്. നമ്മൾ ആ ഡാമിന് ചില ഷട്ടറുകൾ ഉം. തുറന്നു വിട്ടു. ബംഗ്ലാദേശിന്റെ ഏതാണ്ട് 10ഓളം ജില്ലകൾ, അതായത് 4 ജില്ലകൾ പൂർണ്ണമായിട്ടും 6ഓളം ജില്ലകൾ ഭാഗികമായിട്ടും വെള്ളത്തിനടിയിലായി. അന്ന് അവിടുത്തെ ജനവും ഉം. മാധ്യമങ്ങളും ഒക്കെ, ജനം എന്ന് പറയുന്നില്ല, അവിടുത്തെ മാധ്യമങ്ങളും ഈ സംഘടനകളും പറഞ്ഞു ഇന്ത്യ ഞങ്ങളെ മുക്കിക്കൊല്ലാൻ വേണ്ടി ഡാം തുറന്നു വിട്ടു എന്ന്. ഇങ്ങനെ കുറെ ഉം. സാധനങ്ങൾ പോകുന്നുണ്ട് ഇതിനകത്ത്. അതല്ലാതെ നമ്മൾ ഈ പാക് ഇന്ത്യ ബോർഡറിൽ കാണുന്ന അത്ര വൈരാഗ്യം ശത്രുതയും നമുക്ക് അവര് തമ്മിലില്ല. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് അത് ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഷെയ്ഖ് വലിയ ഹസീന അപകടമുണ്ട്. ഉണ്ടായിരുന്ന പറയൂ എന്താണ് അപകടം? ഇത് വളർന്നു കഴിഞ്ഞാൽ, ഈ ഒരു മാനസികാവസ്ഥ ഇരു വിഭാഗത്തിന്റെ സൈഡിൽ വളർന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ രാജ്യാന്തര പ്രശ്നമായിട്ട് മാറും. ഉം. അതൊരു വിഷയമാണ്. ഈ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ വേലി കെട്ടിയിരുന്നില്ല, ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി തുറന്നു കിടക്കുകയായിരുന്നു. ഇല്ല, വേലി കെട്ടിയിരുന്നു. വേലി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ അടുത്തൊരു വാർത്ത വായിച്ചു. മ്യാൻമാറിന്റെ അതിർത്തിയിൽ വേലി കെട്ടാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെലവുള്ള കാര്യമല്ല, കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മൾ ഈ അടുത്ത് ഒരു 13 എനിക്ക് 50 താഴെയാണ് കിലോമീറ്റർ കെട്ടിയ 2300 കോടി രൂപയാണ് ആയത് വേലി കെട്ടുന്നത്. സാധാരണ ഒരു വേലി 30,000 അല്ലല്ലോ. കോടി രൂപ അമിത്ഷാ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ അതെ, അതെ, മൊത്തത്തിൽ വേലി കെട്ടാനായിട്ട്. എന്നിട്ട് അദ്ദേഹം വേലി പറഞ്ഞൊരു അത് കാര്യമുണ്ട്, ഇത് വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വേലി കെട്ടുക എന്നുള്ളത് ഈ ടെറൈൻ അങ്ങനത്തെ ടെറൈനാണ്. കാരണം നമ്മൾ ഈ പ്ലെയിൻ ടെറൈൻ അല്ല, കുന്നും മലയും കാടും ഒക്കെ കടന്ന് അതെ, വേണം ഈ വേലി പോകാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെറൈൻ ആയതുകൊണ്ട് ഇത് ദുർഘടം പിടിച്ചൊരു പണിയാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അത് കെട്ടിയേ പറ്റുള്ളത് 33,000 കോടി രൂപയാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും ബംഗ്ലാദേശിൽ വേലി കെട്ടുക എന്നുള്ളത് അമിത്ഷാ തന്നെ പറഞ്ഞു ദുർഘടമാണ്, എങ്കിലും കാശ് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനയെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് അവിടെ എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക എന്ന് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇട്ടിട്ട് സേനയെ കൂടുതൽ ശക്തമാക്കുക. പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടക്കുന്ന കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വേലി കെട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കെട്ടുന്നുണ്ട്, അവിടെ എല്ലാം ഒരു പ്രശ്നം ഉണ്ട്. ഉണ്ടാക്കുന്നുണ്ട്, അതാണ് വിഷയം. ഇവര് വേലി കെട്ടുന്നതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ല. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ഇപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം ആ രാജ്യത്തെ ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നുള്ളതാണ് യുഎൻഎസിന്റെയും സംഘടനകളുടെ ലക്ഷ്യം. അവിടെ പിന്നെ ഈ വേലി കെട്ടുന്ന പ്രശ്നമുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കിടക്കുന്ന ലോക്കൽ ആൾക്കാർക്കാണ്, ബംഗ്ലാദേശ് സൈഡില്. കാരണം ഈ ഇത്രയും കാലം അനുസരിച്ച് കന്നുകാലി കച്ചവടവും ഈ കടത്തും കള്ളക്കടത്തും മോഷണവും എല്ലാം സുഗമമായി അവര് പോയിരുന്ന വഴി അടയുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനത്തിന്റെ പ്രശ്നം, ലോക്കൽ ജനത്തിന്റെ. അതെല്ലാം ധാക്കയെ കിടക്കുന്ന ഒരാൾക്കോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കോ ഒന്നും അതൊരു വിഷയമേ അല്ല. ഈ കള്ളക്കടത്തുകാരാണ് ഇതിന്റെ ഒരു മെയിൻ ഇതിൽ നിൽക്കുന്നത്. അവരാണ് ഈ വാർത്തകൾ വലുതാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും. സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ, അതിർത്തിയിലുള്ള ജനങ്ങൾ പറയുമ്പോൾ അതിന് അവിടുത്തെ രാജ്യത്തിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അത് ഏറ്റെടുക്കുക സ്വാഭാവികരമാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള വെടിവെപ്പിലേക്കൊന്നും നമ്മൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. BSFന്റെ ഭാഗത്ത് നിന്നും അവരെ കഴിഞ്ഞ ദിവസം അവരുടെ മാധ്യമങ്ങൾ, ബംഗ്ലാദേശി മാധ്യമങ്ങൾ പറയുന്നു BSFന്റെ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു, പരിക്ക് ഗുരുതരമാണ്, കൊല്ലപ്പെട്ട വിവരമൊന്നുമില്ല. ഉണ്ട്, വെടിവെപ്പ് നടക്കാറുണ്ട്. അതായത് ഇവരെ പിരിച്ചുവിടാൻ, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ കൊള്ളക്കാർ വരുമ്പോ അവരെ പിരിച്ചുവിടാൻ വേണ്ടി വെടിവെപ്പ് നടക്കാറുണ്ട്. അതല്ലാതെ അങ്ങനൊരു എന്താ പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വെടിവെപ്പായിട്ടൊന്നും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മതമൗലികവാദ സംഘടനകളും ഈ യുഎൻഎസും ഒക്കെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നതാണ്. അത് അവിടുത്തെ ജനത്തിനൊരു ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. പാകിസ്ഥാനിലെ പോലെ വെറും ഇതല്ല അവിടുത്തെ ജനം, ബംഗ്ലാദേശികൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇന്ത്യ അവരെ സംബന്ധിച്ച് ഒരു രക്ഷകന്റെ റോളിൽ തന്നെ നിൽക്കുന്ന ഒരു രാജ്യം, എല്ലാ അർത്ഥത്തിലും, ഭക്ഷണത്തിലായാലും മരുന്നിലായാലും ജോലിയുടെ ആവശ്യത്തിലായാലും ഒക്കെ. അപ്പൊ അവര് അത് ചെയ്യില്ല എന്നറിയാം. അതാണ് അതിന്റെ ഒരു ഇത്. എന്തായാലും വേലികെട്ടൽ ധനുഷ് പറഞ്ഞ കണക്ക് പൂർണ്ണമാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത്രയും സ്ഥലത്ത് വേലി കെട്ടുക കണക്ക് സാധാരണ ഒരു വേലിയല്ലല്ലോ ഇത്. ഇടിഞ്ഞു പോകാത്ത രീതിയിൽ സുരക്ഷിതമായി കെട്ടണം. ഇതിന്റെ മെയിൻ്റനൻസ്, ഇതൊക്കെ വലിയ പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ അതാണ് അതിന്റെ ഒരു കാര്യം. എന്തായാലും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ഇപ്പൊ പുതിയ തലത്തിലോട്ട് കടന്നിരിക്കുന്ന വേലിയെ ചൊല്ലിയിട്ടുള്ളതാണ്. നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ ആക്രമണമായിരുന്നു, അതിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ന്യൂനപക്ഷ ആക്രമണങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന് യൂനിസ് പറയുമ്പോൾ ബംഗ്ലാദേശ് പോലീസ് തന്നെ പറയുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല, 1500 കേസുകൾ നമ്മൾ തന്നെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത്. ആ റിപ്പോർട്ട് ഇന്ത്യക്ക് ഒരു വലിയ ആശ്വാസമായി. ഇന്ത്യ അതിനെതിരെ നടപടിക്കെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചതാണ്. അപ്പൊ അതിനുശേഷമാണ് ഈ അതിർത്തിയിൽ ബങ്കർ ഒഴിക്കുന്നു, വേലി കെട്ടുന്നു
എന്നൊക്കെയുള്ള വാർത്ത വരുന്നത്. വേലിയാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശിനിടയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി നിലനിൽക്കുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു.